എല്ലാവർക്കും നമസ്കാരം. ഐഫർ എഡ്യൂക്കേഷൻ്റെ മലയാളം സിലബസ് വിശകലന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം നെറ്റിന് പരിശ്രമിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സിലബസ് നന്നായി മനസ്സിലാക്കുക എന്നതാണ്. സിലബസ് മനസ്സിലാക്കുന്നതിനെ കല്ലിൽ നിന്നും ശില്പത്തെ വേർതിരിച്ചെടുക്കുന്നതിനോട് നമുക്ക് ഉപമിക്കാം. ആ കല്ല് പരന്നു കിടക്കുന്ന ഒന്നാണ്, സമുദ്രം പോലെ. അറിവ് അങ്ങനെയാണല്ലോ. അതിൽ നിന്നും നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ട കാര്യത്തെ കൃത്യമാക്കി മനസ്സിലാക്കിയെടുക്കുന്നതിനാണ് സിലബസിൽ നമുക്ക് ഗ്രാഹ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സിലബസ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. മറ്റൊന്ന്, പരീക്ഷയുടെ മാതൃക, പാറ്റേൺ തിരിച്ചറിയുക എന്നുള്ളതാണ്. സിലബസിന് ആഴത്തിൽ മനസ്സിലാക്കുകയും കൃത്യതയിൽ മനസ്സിലാക്കുകയും പരീക്ഷയുടെ പാറ്റേൺ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് പഠനത്തിന് ഇറങ്ങുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ സ്മാർട്ടായി പരീക്ഷയ്ക്ക് മുന്നിടാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് മലയാളം നെറ്റ് പരിശീലനത്തിൻ്റെ ഭാഗമായി സിലബസിനെ വിശകലനം ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ മലയാളത്തിൽ 10 ഇതളുകളാണുള്ളത്. 10 യൂണിറ്റുകളാണ് സിലബസിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ആ 10ൽ ഒരേ പ്രാധാന്യത്തോടെ ഉള്ളവയല്ല 10 യൂണിറ്റും. മറിച്ച് ചിലതിനൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന, കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന യൂണിറ്റുകളുണ്ട്. അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത യൂണിറ്റുകളുമുണ്ട്. അപ്പോൾ സിലബസ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ സിലബസിലെ അടങ്ങിയിരിക്കുന്ന യൂണിറ്റുകളുടെ പ്രാധാന്യമുള്ളതും അപ്രധാനമായതുമായ യൂണിറ്റുകൾ ഏതൊക്കെ, ഭാഗങ്ങൾ ഏതൊക്കെ എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുങ്ങുക എന്നുള്ളത് നമ്മുടെ പഠനത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഓരോന്നോരോന്നായി സിലബസിൻ്റെ ഭാഗമായി വരുന്ന യൂണിറ്റുകളെ പറഞ്ഞു പോകാം. ഒന്നാമത്തെ യൂണിറ്റ് മലയാള സാഹിത്യം, ഭാഷ, സംസ്കാരം ഇവയെ സമഗ്രമായി കവർ ചെയ്യുന്ന തരത്തിലുള്ള 10 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് മലയാള സാഹിത്യം പ്രാരംഭം എന്നുള്ളതാണ്. മലയാള സാഹിത്യത്തെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന പാട്ട് പ്രസ്ഥാനം, മണിപ്രവാളം തുടങ്ങിയവയാണ് അതിൻ്റെ ആരംഭം. പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും നിർവചനം, അതിൻ്റെ വകഭേദങ്ങൾ, പല കാലങ്ങളിൽ അതിലുണ്ടായിട്ടുള്ള കൃതികൾ, ആദ്യകാലത്തുണ്ടായിട്ടുള്ള അവയുടെ പ്രത്യേകതകൾ ഒക്കെയും നമ്മൾ പഠിക്കുന്നു. ശേഷം വിവിധ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഇപ്പം ഗാഥ, അതേപോലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ തുടങ്ങിയ ഗാഥ, കിളിപ്പാട്ട്, അങ്ങനെയുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾ വരുന്നു. ഗദ്യമാതൃകകൾ, ആദ്യകാല ഗദ്യത്തിൻ്റെ മാതൃകകളായ ശാസനഗദ്യം, മിഷണറി ഗദ്യം, അറബി മലയാളം തുടങ്ങിയ ഗദ്യമാതൃകകളെക്കുറിച്ചും മറ്റും പഠിക്കുന്നു. അതിനുശേഷം ആദ്യകാല കവിതകളുടെ മറ്റും ഉദാഹരണങ്ങളായിട്ട് നാം എണ്ണുന്ന ചെറുശ്ശേരിയുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും എഴുത്തച്ഛൻ്റെയും കവിതകൾ ഈ ഭാഗത്ത് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആദ്യകാല സാഹിത്യത്തിൻ്റെ ഭാഗങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിലൂടെ നാം പഠിച്ച് വെക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഈ കഴിഞ്ഞ ഡിസംബർ പരീക്ഷയ്ക്ക് പോലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റാണ് എന്നുള്ളതും പ്രത്യേകം നാം ഓർത്തു വെക്കണം. ഇതിൻ്റെ തുടർച്ചയിലാണ് രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത്. രണ്ടാമത്തെ ഇതൾ 20ാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിത എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ 20ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യ രംഗത്ത് പുതിയ സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഉദയം കൊള്ളുന്നുണ്ട്. ഉദാഹരണത്തിന് കാൽപ്പനികത രൂപപ്പെടുന്നു. കാൽപ്പനിക പ്രസ്ഥാനം രൂപപ്പെടുകയും കുമാരനാശാനെയും ഉള്ളൂരിനെയും വള്ളത്തോളിനെയും പോലുള്ള ആളുകൾ എഴുതുകയും ചെയ്യുന്നു. ആ ഒരു കാലഘട്ടം മുതൽ കാൽപ്പനികതയും ശേഷം ആധുനികതയും ആധുനികോത്തരതയും തുടങ്ങി കവിതയുടെ ഭാവുകത്വത്തിൻ്റെ പല ഘട്ടങ്ങളെയാണ് ഈ ഒരു ഭാഗത്ത് നാം പഠിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാണ് കഥാസാഹിത്യത്തിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ യൂണിറ്റ്. കഥാസാഹിത്യത്തിൽ ചെറുകഥയും നോവലും ഉൾപ്പെടുന്നു. ചെറുകഥയിൽ ആദ്യകാല ചെറുകഥകൾ, അതിൻ്റെ പ്രത്യേകതകൾ, ചെറുകഥാകൃത്തുക്കൾ, കഥകൾ ഇതൊക്കെ ഉൾപ്പെടുന്നു. അതേപോലെ നോവലിനെ രൂപപ്പെടുത്തിയ പരിസരം, സാമൂഹിക പശ്ചാത്തലം, ആദ്യകാല നോവലുകൾ, അതിനുശേഷം വന്ന നവോത്ഥാന കാലത്തെ നോവലുകൾ, ആധുനികോത്തര നോവലുകൾ, പിന്നീടുണ്ടായ പല നോവലിൻ്റെ പ്രത്യേകതകളൊക്കെ വരുന്നതാണ് കഥാസാഹിത്യം എന്നുള്ള ഈ ഭാഗത്ത്. കഴിഞ്ഞ പരീക്ഷയിൽ ആദ്യകാല പല നവോത്ഥാന കഥകളെക്കുറിച്ചും നോവലുകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നാലാമത്തെ യൂണിറ്റാണ് ദൃശ്യകലയും സാഹിത്യവും എന്നുള്ളത്. ദൃശ്യകലയും സാഹിത്യവും എന്നുള്ള തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഈ ദൃശ്യകല എന്നുള്ള ഭാഗവും സാഹിത്യവും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അരങ്ങും സാഹിത്യവും തമ്മിലുള്ള ബന്ധം.
അപ്പോൾ അതിനെ കോർത്തിണക്കുന്ന കലാരൂപങ്ങൾ കേരളത്തിൻ്റെ സവിശേഷ പാരമ്പര്യത്തിലുണ്ടല്ലോ. ഏതൊക്കെയാണത്? ഒന്നാമതായി നമുക്കതിന് ആട്ടക്കഥയും കഥകളിയും തിരഞ്ഞെടുക്കാം. കഥകളി എങ്ങനെ രംഗത്ത് അവതരിപ്പിക്കണം എന്നുള്ളതിൻ്റെ എഴുത്തുരൂപമാണ്, ലിഖിത രൂപമാണ്, സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അതുകൊണ്ട് തന്നെ ദൃശ്യകലയും സാഹിത്യവും പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പാരമ്പര്യ രൂപമായ കഥകളിയും അതിൻ്റെ ലിഖിത രൂപമോ സാഹിത്യ രൂപമോ ആയ ആട്ടക്കഥയും പഠിക്കുന്നു. കോട്ടയത്ത് തമ്പുരാൻ്റെ, അതേപോലെ കൊട്ടാരക്കര തമ്പുരാൻ്റെ, പിന്നീട് വന്ന പലതരം നാട്ടക്കഥകളൊക്കെ ഇതിൻ്റെ ഭാഗമായി പഠിക്കുന്നു. ആട്ടക്കഥയ്ക്കും കഥകളിക്കും ശേഷം അടുത്ത സാഹിത്യവും രംഗകലയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കലാരൂപമാണ് നാടകം എന്ന് പറയുന്നത്. നാടകത്തിന് മുന്നേ തുള്ളലുണ്ട്. തുള്ളൽ എന്ന് പറയുന്നത്, തുള്ളലിനെ, അതിൻ്റെ രംഗകലയെക്കുറിച്ച്, തുള്ളൽ എന്നുള്ളതിൻ്റെ വേഷം, പ്രത്യേകത, അതൊക്കെ നാം പഠിക്കുമ്പോഴും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അതിനുശേഷമാണ് നാടകങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടത്. ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട 4ാമത്തെ യൂണിറ്റിൻ്റെ മറ്റൊന്നാണ് നാടകം. നാടകത്തെ നമുക്കറിയുന്നത് പോലെ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ഒക്കെ ഒരു പാരമ്പര്യത്തിനകത്താണ് മലയാളത്തിൻ്റെ നാടകവേദി വികസിച്ച് വരുന്നത്. അപ്പോൾ അത് തൊട്ട് വേണം നമ്മൾ നാടകത്തിൻ്റെ ചരിത്രവും പഠിക്കാൻ. ഈ ഒരു ഭാഗത്തത് വരുന്നു. ശേഷമാണ് സിനിമ വരുന്നത്. സിനിമ ഇത്തവണത്തെ കൂടി എക്സാമിൽ, പരീക്ഷയിൽ, അതിന് മുമ്പത്തെ പരീക്ഷയിലും സിനിമയുടെ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നു. ആ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയുമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ കാല സിനിമകളുടെ പേരും അതിനെ കോർത്തിണക്കുന്ന ആശയങ്ങളും ഇതിലേക്ക് വരുന്നു. അതോടൊപ്പം പഴയകാല സിനിമകളുടെ കഥാപാത്രങ്ങളുടെ പേര് ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5ാമത്തെ യൂണിറ്റാണ് നാടോടി വിജ്ഞാനീയം, ഫോക്ലോർ എന്ന് പറയും. അതിന് 3 ഭാഗങ്ങളിലായിട്ടാണ് പഠിക്കാനുള്ളത്. ഫോക്ലോറിൻ്റെ സിദ്ധാന്തം, നിർവചനം, ഫോക്ലോറുമായി ബന്ധപ്പെട്ട പല സിദ്ധാന്തങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ശേഷം ഫോക്ലോർ സാഹിത്യം അല്ലെങ്കിൽ വാമൊഴി എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കണം. കടങ്കഥ, പഴഞ്ചൊല്ല്, മുത്തശ്ശി കഥകൾ, ഐതിഹ്യങ്ങൾ, പുരാവൃത്തങ്ങൾ, ഇതൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അതുപോലെ അനുഷ്ഠാനപരമായി ഫോക്ലോറുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളെക്കുറിച്ച്, പടയണി, അതേപോലെ മറ്റു നാടൻ കലാരൂപങ്ങൾ, ഇതൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഫോക്ലോറും പ്രധാനപ്പെട്ട യൂണിറ്റാണ്. എന്നാൽ ആദ്യം പറഞ്ഞ യൂണിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അത്ര പ്രധാനം എന്നും പറയാൻ കഴിയില്ല. ഓക്കെ, എന്തിലും കഴിഞ്ഞ എക്സാമിലടക്കം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കണം. അത് കഴിഞ്ഞാണ് 6ാമത്തെ യൂണിറ്റാണ് മലയാള നിരൂപണം. ഗോൾഡൻ യൂണിറ്റ് ആയി പെടുത്താവുന്ന 3 യൂണിറ്റുകളിലൊന്നാണ് മലയാള നിരൂപണം എന്ന് പറയുന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്കും നിരവധി ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. നിരൂപണത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പുസ്തക വിശകലനം അല്ലെങ്കിൽ പുസ്തക പ്രസാധനം, വിമർശനം, നിരൂപണം, ഉപന്യാസങ്ങൾ, ഇങ്ങനെ തുടങ്ങി ആധുനിക കാലത്ത് അഥവാ മാനകീകരണത്തിൻ്റെ കാലത്ത് മലയാള ഗദ്യം വികസിച്ചു വന്ന സമയത്ത് ഉണ്ടായ പരിവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം നിരൂപണത്തിൻ്റെ പോഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംവാദങ്ങളും ശ്രമങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവും ഉണ്ടായിട്ടുണ്ടല്ലോ. അതേപോലെ നിരൂപണവും ഒരു സാഹിത്യ ശാഖ എന്ന നിലക്ക് വികസിച്ചു വന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട്, പരിണാമ ചരിത്രമുണ്ട്. ആധുനികതയുടെ ഘട്ടത്തിലുള്ള നിരൂപണമല്ല, ശേഷം വന്ന ഉത്തരാധുനികതയുടെ നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ നിരൂപണത്തിൻ്റെ ആ ഒരു ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് 6ാമത്തെ യൂണിറ്റ് വരുന്നത്. അടുത്തതാണ് ഒരു പലവക യൂണിറ്റ് എന്ന് പറയാൻ പറ്റുന്ന, പലവക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു യൂണിറ്റാണ് മറ്റു സാഹിത്യ വിഭാഗങ്ങൾ എന്ന പേരിലുള്ള 7ാമത്തെ യൂണിറ്റ്. ഈ യൂണിറ്റിൽ ആത്മകഥകൾ വരുന്നു, യാത്രാവിവരണങ്ങൾ വരുന്നു, സർവകലാശാലകളിലെ മലയാള ഗവേഷണം വരുന്നു, നിഘണ്ടു, അതേപോലെ കാരിക്കേച്ചർ, സൈബർ സാഹിത്യം, വിവർത്തനങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന പലവക കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു യൂണിറ്റാണ് 7ാമത്തത്. ഈ ഭാഗം പഠിക്കുമ്പോൾ കഴിഞ്ഞ തവണയും എല്ലാ തവണയും ആത്മകഥയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. യാത്രാവിവരണങ്ങളുടെ ചേരുംപടി ഇത്തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അതേപോലെ സാഹിത്യ ഗവേഷണങ്ങൾ അതിൻ്റെ കാലഘട്ടക്രമത്തിൽ വേർതിരിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റും പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത് കഴിഞ്ഞാണ് 8ാമത്തെ യൂണിറ്റ്, അത് ഭാഷാശാസ്ത്രവും വ്യാകരണവും ആണ്. ഈ തവണത്തെ പരീക്ഷ എഴുതിയവർക്കറിയാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു യൂണിറ്റാണ് 8ാമത്തേത്, ഭാഷാശാസ്ത്രവും വ്യാകരണവും. അതുകൊണ്ട് തന്നെ വ്യാകരണത്തിലോ ഭാഷാശാസ്ത്രത്തിലോ നിങ്ങൾ അത്ര ഗ്രാഹ്യമുള്ളവരല്ലെങ്കിൽ അതിന് പ്രത്യേക സമയം കൊടുത്തിട്ടെങ്കിലും പ്രധാനപ്പെട്ട പേരച്ചം, വിനയച്ചം തുടങ്ങിയ വ്യാകരണത്തിലെ വശങ്ങളും ഭാഷാ കക്ഷികളെക്കുറിച്ചുള്ള ഭാഗങ്ങളും അതുമായി ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകളെങ്കിലും നോക്കി വെച്ചിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം.
അതാണ് 8ാമത്തെ യൂണിറ്റ്. 9ാമത്തേത് സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവും എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ സാഹിത്യ സിദ്ധാന്തങ്ങൾ പൗരസ്ത്യവും പാശ്ചാത്യവുമായ സാഹിത്യ സിദ്ധാന്തങ്ങളുണ്ട്. നമുക്കിവിടെ തന്നെ വികസിച്ചു വന്ന രൂപപ്പെട്ടു വന്ന സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ പഠനങ്ങളും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. വൃത്തങ്ങളെക്കുറിച്ചും മറ്റും ചോദിക്കുന്നുണ്ട്. പലതരം പൗരസ്ത്യവാദങ്ങളെക്കുറിച്ച് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് 9ാമത്തെ യൂണിറ്റ്. അവസാനത്തെ യൂണിറ്റും 10ാമത്തെ യൂണിറ്റായ കേരള സംസ്കാരം. ഇത്തവണ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന മറ്റൊരു പ്രധാന യൂണിറ്റ് ആയിട്ട് വേണം കേരള സംസ്കാരത്തെ നമ്മൾ എന്നാൽ. കേരള സംസ്കാരത്തെ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും അതേപോലെ സാമൂഹിക ചരിത്രത്തെയൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് ഒരു മലയാള വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വശങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ച്, കേരള നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സംഘകാലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ പരീക്ഷയിൽ അടക്കം ചോദിച്ചിരുന്നല്ലോ, സംഘകാലത്തെ ഭരണാധികാരികളുടെ പേരുകൾ കൊടുത്ത് ചോദിച്ചിരുന്നു, അവരുടെ ക്രമം ചോദിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നാം അറിഞ്ഞു വെക്കുന്ന രീതിയിൽ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട വശങ്ങൾ, മതങ്ങളുടെ ചരിത്രം, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് 10ാമത്തെ യൂണിറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ 10 യൂണിറ്റ് വളരെ സമഗ്രമാണ്. മലയാളത്തിലെ സർവതല സ്പർശിയായി നിൽക്കുന്ന യൂണിറ്റുകളാണ്. ഇതിൽ നിന്നും ചോദ്യ മാതൃകകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി പരീക്ഷയുടെ പാറ്റേണിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിനുവേണ്ടിയുള്ള ഒരു സ്മാർട്ട് വർക്കാണ് നമ്മൾ ഈ സമയത്ത് എടുക്കേണ്ടത്. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ഈ വിശകലനം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.